അജിത്കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി എത്തുന്നു മുൻ MLA PV അൻവർ. താൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകാൻ ഒരുങ്ങുകയാണ്. ക്രിമിനൽ കേസെടുത്ത് ജയിലിലടക്കേണ്ട കുറ്റവാളിയാണ് അജിത്കുമാർ എന്നാണ് അൻവർ പറയുന്നത്. എല്ലാ സ്റ്റേഷനുകളിലും അജിത്കുമാറിന്റെ ചാരനായ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. പോലീസിലെ സംഘീവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ആളാണ് അജിത്കുമാർ എന്നൊക്കെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് അൻവർ. ന്യായമായ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി അൻവർ വ്യക്തമാക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. ഒരു നൊട്ടോറിയസ് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു ചാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. CIമാർ സാധാ ഒരു പോലീസുകാരന് സല്യൂട്ട് അടിക്കേണ്ട ഗതികേട്, DYSP പറയുന്ന പോലീസുകാരന് സല്യൂട്ട് അടിക്കേണ്ട ഗതികേട്, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സല്യൂട്ട് അടിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യേണ്ട മാനസികാവസ്ഥയിൽ പോലീസിങ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നു പോയത്. ഇത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഞാനന്ന് പറഞ്ഞൊരു SIT മുഖ്യമന്ത്രി എന്ന് രൂപീകരിച്ച് അന്വേഷണം നടത്തി അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തത്. ആ വിഷയങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഒരു പുനരന്വേഷണം നിർബന്ധമാണ്. ക്രിമിനൽ കേസെടുത്ത് ജയിലിലടക്കേണ്ട കുറ്റവാളിയാണ് അദ്ദേഹം. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന PV അൻവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചൊരു വിഷയമായിരുന്നു MR അജിത്കുമാറിനെതിരായ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ. അന്നതൊരു SIT അന്വേഷണം നടത്തിയത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ. പക്ഷേ സർക്കാർ മാറിയതുകൊണ്ട് തന്നെ വീണ്ടും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം PV അൻവർ ഉയർത്തുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റു വിഷയങ്ങൾക്കൊപ്പം PV അൻവർ ഉയർത്തിയ കാര്യങ്ങൾ കൂടി MR അജിത്കുമാറിനെതിരെ അന്വേഷണ വിധേയമാക്കുമായിരിക്കും അല്ലേ? വിനിത, പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ADGP MR അജിത്കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി കൂടിയാണ് PV അൻവർ. അത് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ബന്ധം, ലഹരി മാഫിയയുമായുള്ള ബന്ധം, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ, വിമർശനങ്ങൾ MR അജിത്കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നു. അന്ന് നൊട്ടോറിയസ് ക്രിമിനൽ എന്നതാണ് അജിത്കുമാറിനെ PV അൻവർ അഭിസംബോധന ചെയ്തത്. അതേ പ്രതികരണം തന്നെയാണ് PV അൻവർ ഇന്നും ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസ് സ്റ്റേഷനുകളിലെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും അജിത്കുമാറിന്റെ ചാരന്മാരുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന് സല്യൂട്ട് അടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ അജിത്കുമാറിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പരാതികളായി പുതിയ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറും. അതിലൊരു പുനരന്വേഷണം നടത്തണം എന്നതാണ് PV അൻവർ പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യം. പോലീസിലെ സംഘീവൽക്കരണത്തിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് MR അജിത്കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു തുറുങ്കിലടക്കണം എന്നതാണ്, കേസെടുത്ത് അന്വേഷിച്ച് തുറുങ്കിലടക്കണം എന്നുള്ള അതിരൂക്ഷമായ വിമർശനം ഇപ്പോഴും PV അൻവർ ആവർത്തിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനും മുൻ MLA ഒരുങ്ങുകയാണ്. വിനീത, ശരി, ഏതായാലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്.